തികച്ചും സെക്യുലർ എന്നും വളരെ പ്രോഗ്രസീവ് എന്നും ഒക്കെ നമ്മൾ കരുതുന്ന നിരവധി സ്ഥാപനങ്ങളിൽ ഇതുപോലെ അരാജകവാദവും രാജ്യവിരുദ്ധതയും പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ അത്തരം ആശയങ്ങൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്ന അധ്യാപകരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ മഹാനഗരങ്ങളിലും ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്ന ഈ ഒരു നെക്സസ് ആണ് യഥാർത്ഥത്തിൽ ഇന്ന് ജിഹാദികളുമായിട്ട് പോലും കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇവരുടെ എല്ലാ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ: ഈ രാജ്യത്തെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക, ഈ രാജ്യത്തെ കഷണങ്ങളാക്കുക, ഈ രാജ്യത്ത് അരാജകത്വം കൊണ്ടുവരിക, ഈ രാജ്യത്തെ യുവജനങ്ങൾ തെരുവിലിറങ്ങി രാജ്യത്തെ നശിപ്പിക്കുക, ഇവിടുത്തെ ഭരണകൂടത്തെ ഇല്ലാതാക്കുക. ഇതെല്ലാം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ചോദ്യത്തിന് മാത്രം ഇവരുടെ ആരുടെയും കയ്യിൽ ഉത്തരമില്ല. അതുകൊണ്ട് മാവോയിസ്റ്റ് ഭീഷണി അവസാനിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കാൻ വരട്ടെ. ഒരു ഭീഷണിയും യഥാർത്ഥത്തിൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അവസാനിക്കുന്നില്ല. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് വരും. ഖാലിസ്ഥാൻ തീവ്രവാദത്തെ എങ്ങനെയെങ്കിലും ഒതുക്കിയപ്പോൾ കശ്മീർ തീവ്രവാദം വന്നു. നാഗാലാൻഡിലെയും മിസോറാമിലെയും വിഘടനവാദത്തെ എങ്ങനെയെങ്കിലും ഒതുക്കിയപ്പോൾ അതാ മണിപ്പൂരിൽ വീണ്ടും ഭീകരവാദവും അല്ലെങ്കിൽ വലിയ തോതിലുള്ള വംശീയ യുദ്ധവും വരുന്നു. അതെങ്ങനെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചാലും അത് വീണ്ടും വീണ്ടും വരികയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഭാരതത്തിനെതിരെ 24/7 പ്രവർത്തിക്കുന്ന വലിയ ശക്തികളുണ്ട്. ആ ശക്തികളുടെ കയ്യിലെ ചട്ടുകങ്ങൾ മാത്രമാണ് ജിഹാദികളായാലും ഈ ഇടതുപക്ഷ ലിബറൽ എന്നുള്ള ലേബലിൽ ഇവിടെ പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളായാലും.